ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തമ്പനയിൽ എന്താണ് ഇങ്ങനെയൊരു വാചകം, സോൾഡറിങ് ആൻഡ് ഉപേക്ഷിക്കൂ, ഇലക്ട്രോണിക്സ് പഠിക്കൂ. അതാണ് സത്യം. കാരണം ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തിയിരിക്കുകയാണ്. മീൻസ് വാഹനങ്ങളുടെ മുഴുവൻ കൺട്രോള് ECM എന്ന് പറയും. നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാം. ECM ആണ് വാഹനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത്. മെഡിക്കൽ ഫീൽഡ് നോക്കൂ, അതിനകത്ത് BP അപ്പാരറ്റസ് മുതൽ ECG, ഡോപ്ലേഴ്സ്, അങ്ങനെ എല്ലാ 99% ഉപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഹോം അപ്ലയൻസസ് എടുത്ത് നോക്കൂ, ഇലക്ട്രോണിക് അവൻ, വാഷിംഗ് മെഷീൻ, എല്ലാ ഐറ്റങ്ങളും ഇലക്ട്രോണിക്സാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് മൈക്രോ കൺട്രോളർ എന്ന ചിപ്പ് ഉപയോഗിച്ചാണ്. വ്യത്യസ്ത നമ്പറുകളായിരിക്കാം. അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ എംബെഡഡ് C എന്ന് പറയും. എംബെഡഡ് ടെക്നോളജിയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ ഒരു എലിമിനേറ്റർ ഉണ്ടാക്കണമെങ്കിൽ കടയിൽ പോകുന്നു, കുറച്ച് ഡയോഡ് ട്രാൻസ്ഫോമറൊക്കെ വാങ്ങി സോൾഡറിങ് ആണ്, മൾട്ടിമീറ്ററൊക്കെ വെച്ച് സോൾഡർ ചെയ്യും. ഇന്നത് പ്രാക്ടിക്കലി പ്രായോഗികമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനീ പറയുന്നതൊക്കെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, താഴെ കമൻറ്റ് രൂപത്തിൽ എഴുതാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇനിയുള്ള കാലത്ത് ഇലക്ട്രോണിക്സ് കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ എംബെഡഡ് പഠിച്ചുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. പഴയ രീതിയിൽ ഒരു റിപ്പയറിങ് ഫീൽഡിലൊന്നും ഇരുന്നാൽ ഇനി ആ ഫീൽഡിൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ചൈനക്കാരൻ 30 രൂപയ്ക്ക് ബൾബ്, LED ബൾബ് മൊത്തം ഇവിടെ കൊണ്ടിറക്കുന്ന സമയത്ത് നമ്മൾ സോൾഡറിങ് എടുത്ത് അതിനകത്തൊരു LED റീപ്ലേസ് ചെയ്യാൻ സമയം മെനക്കിടുക ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 600 രൂപ മുതൽ 1000 രൂപ വരെ കൂലി കൊടുക്കണം. ഒരു ആവറേജ് പെർ അവർ 8 അവേഴ്സിന് വരികയാണെങ്കിൽ ഒരു മണിക്കൂറിന് പറയുമ്പോൾ ഏതാണ്ട് നമുക്ക് 100 രൂപ വന്നു. ഒരു 30 രൂപേൻ്റെ ബൾബ് എടുത്ത് വെച്ച് ടേബിളിൽ സെറ്റ് ചെയ്ത് സോൾഡറിങ്ങാണ് വെച്ച് മണിക്കൂറുകളോളം ഇരുന്ന് ഇതിൽ റിസർച്ച് ഗവേഷിക്കുകയാണ്. എന്താണ്, വാട്ട്സ് ദ ബെനിഫിറ്റ് ഫോർ ദാറ്റ്? ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. വെറുതെ വേസ്റ്റാണ്, വേസ്റ്റ് ഓഫ് ടൈം. അതിൻ്റെ കാര്യമില്ല, ആ കാലഘട്ടം കഴിഞ്ഞു. മറിച്ച് നമുക്ക് എന്തുകൊണ്ട് ഇവിടെ LEDs മാനുഫാക്ചർ ചെയ്തുകൂടാ? അല്ലെങ്കിൽ കാർഡുകൾ, കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ആ ലെവലിൽ വേ ഓഫ് തിങ്കിങ് മാറിയാൽ മാത്രമേ നമുക്കിനി രക്ഷയുള്ളൂ. അല്ലാതെ ഈ റിപ്പയറിങ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നതല്ല യഥാർത്ഥ ഇലക്ട്രോണിക്സ്. നമുക്ക് സാധിക്കും, ലോകത്ത് എവിടെ വെച്ചും സാധിക്കും. കാര്യം ഇതൊക്കെ മെഷീൻസാണ്. നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ. ചൈനയിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഹ്യൂമൻ ബീങ്, മനുഷ്യരല്ല ഇതിനകത്ത് ജോലി ചെയ്യുന്നത്. റെസിസ്റ്റർ ആവട്ടെ, കപ്പാസിറ്റർ ആവട്ടെ, കമ്പോണൻ്റ് ആവട്ടെ, എല്ലാം റീൽസ്, പഴയ ഫിലിം വരുന്ന പോലെ റോളുകളായിട്ട് വരുന്നു. മെഷീനിലോട്ട് ലോഡ് ചെയ്യുന്നു. ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്താണോ പ്രോഡക്റ്റ് അതിൻ്റെ സ്കീമാറ്റിക് സോഫ്റ്റ്വെയറിൽ വരയ്ക്കുന്നു. അതിനുശേഷം എൻ്റർ അടിക്കുക. എത്ര നമ്പർ നിങ്ങൾക്ക് 500 എണ്ണം വേണം, 1000 എണ്ണം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഒരു കൊട്ട വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് വന്ന് വീഴുന്നു. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ ബിലോ 5 രൂപ, 10 രൂപ, 15, ആ റേഞ്ചിലാണ് വരുന്നത്. ഒരാളിരുന്ന് ചെയ്താൽ നമുക്ക് ഒരിക്കലും ഇതിനോട് കോമ്പറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സാധ്യത കൂടുതൽ എംബെഡഡ് ടെക്നോളജിക്കാണ്. പിന്നെ കഴിവിൻ്റെ കാര്യം, കഴിവുള്ളവന് എവിടെ പോയാലും ജോലി കിട്ടും. അതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ പോയി നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് അവിടെ പടം വരയ്ക്കാൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലണ്ടർ തൂക്കിയിടും, ബ്രഷ്, പെയിൻറ്റ്, പേപ്പർ എടുത്ത് കൈ തരും, വരച്ചോളാൻ പറയും. ഇത്ര സമയത്തിനുള്ളിൽ വരച്ചാൽ യു ആർ അപ്പോയിൻറ്റഡ്, കഴിഞ്ഞു. അല്ലാതെ വേറെ സർട്ടിഫിക്കറ്റൊന്നും. അതേ അവസ്ഥയാണ് എംബെഡഡ്. എനിക്ക് കോഡിങ് എഴുതാൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എഴുതി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു സാലറി നിശ്ചയിക്കുന്നു, ജോയിൻ ചെയ്യാം. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത, കുറച്ച് ഏബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് സ്വയം നിശ്ചയിക്കാൻ കഴിയും. കമ്പനി അല്ല തീരുമാനിക്കുന്നത്. അത് ഓരോ വ്യക്തിപരമായ കഴിവായിരിക്കും. അത് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ സോൾഡറിങ് വെച്ചുകൊണ്ടുള്ള പഠനം മുന്നോട്ട് പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കുക. ഞാൻ C ആയിരുന്നു എനിക്ക് താല്പര്യം തോന്നിയത്. ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തനിയെ വന്നോളും. പ്രത്യേകിച്ച് സമയം മെനക്കേണ്ട ആവശ്യമില്ല. പിന്നെ എംബെഡഡ് C കഴിഞ്ഞ് എംബെഡഡ് Cയിലേക്ക് പോകുന്നു. ജാവയാവാം, പൈത്തണാവാം, ഇങ്ങനെയുള്ള എന്തും വരാം. അതിനനുസരിച്ച് ചെയ്യാം. അതായിരിക്കും ബുദ്ധി. മൈക്രോ കൺട്രോൾ പ്രോഗ്രാമിങ്ങിൻ്റെ 2 ഭാഗങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് അത് പഠിക്കേണ്ടവർക്ക് അത് പഠിച്ചു തുടങ്ങാം. ആദ്യം തന്നെ കോഡിംഗ് അല്ല, അത് എങ്ങനെയാണ് കോഡിങ്ങിലേക്ക് എത്തിപ്പെടുന്നത് 1 by 1 ആയിട്ട് വന്നുകൊണ്ട് ഫൈനലി കോഡിങ്ങിലേക്ക് എത്താം. അത് കണ്ട് മനസ്സിലാക്കും. അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ശരി, മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.